ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് ഒരാൾ വരികയാണ്. അന്നഹു ജാഅ ഇലൈഹി അന്ന റജുലൻ ജാഅ ഇലൈഹി ബിബിനിഹി, ഒരു മകനെയും കൂട്ടിക്കൊണ്ടൊരു പിതാവ് ഉമർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് വന്നിട്ട് ആ പിതാവ് തൻ്റെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, യാ അമീറൽ മുഅ്മിനീൻ ഇന്ന ഇബ്നി ഹാദാ യഉഖുനി, എൻ്റെ ഈ മകൻ എന്നെ വേദനിപ്പിക്കുന്നു അമീറുൽ മുഅ്മിനീനെ. ഒരു വാപ്പ തൻ്റെ മകനെ കുറിച്ച് പരാതിപ്പെടുകയാണ് അമീറുൽ മുഅ്മിനീനോട്. മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ടത് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ യുവാക്കൾ നശിച്ചു പോകുന്നതിന് അതിലെ പരമപ്രധാനമായ ഉത്തരവാദിത്വം കാരണം മാതാപിതാക്കൾ തന്നെയാണ്. പഠിപ്പിക്കേണ്ട സമയത്ത് അവർക്ക് ഇൽമ പഠിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീനോട് ആ വ്യക്തി പറയുകയാണ്, ഇന്ന ഇബ്നി ഹാദാ യഉഖുനി, എൻ്റെ ഈ മകൻ എന്നെ വേദനിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളൊന്ന് ഉപദേശിക്കണമേ അമീറുൽ മുഅ്മിനീനെ എന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ പിതാവ് മകനെ കുറിച്ച് പറഞ്ഞപ്പോ ഖാല അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, യാ ബുനയ്യ, മകനെ, അമാ തഖാഫുല്ലാഹ ഫീ ഉഖൂഖി വാലിദിക, മാതാപിതാക്കളെ വേദനിപ്പിച്ചതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ശിക്ഷയെ നീ ഭയപ്പെടുന്നില്ലയോ? മാതാപിതാക്കളുടെ കടമകൾ നിനക്കറിയില്ലേ ചെറുപ്പക്കാരാ? മാതാപിതാക്കളുടെ കടമകളെ നിനക്കറിയില്ലേ? വമിൻ ഹഖി വാലിദിഹി കദാ വമിൻ ഹഖി വാലിദിഹി കദാ, ഒരു മകന് തൻ്റെ ഉപ്പയോട് ഇന്ന കടമകളുണ്ട്, ഒരു മകന് തൻ്റെ ഉപ്പയോട് ഇന്ന കടമകളുണ്ട്. അത് നിനക്കറിയില്ലേ? ആ കടമകളിൽ വീഴ്ച വരുത്തിയാൽ അള്ളാന്റെ ശിക്ഷ നിനക്കിറങ്ങും. മകനെ സൂക്ഷിക്കണേ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ആ മകനോട് പറഞ്ഞപ്പോ ഖാലൽ ഇബ്നു, ആ മകൻ പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, ഏ അമീറുൽ മുഅ്മിനീനെ, ഇന്ന ലിൽ ഇബ്നി ഹഖ്ഖുൻ അലാ വാലിദിഹി, മാതാപിതാക്കൾക്ക് മക്കളോട് മാത്രമാണോ കടമയുള്ളത്? അതല്ല, മക്കളോടും മാതാപിതാക്കൾക്ക് കടമയുണ്ടോ? നല്ല ചോദ്യം. മാതാപിതാക്കളുടെ കടമകൾ മാത്രം നിങ്ങൾ പറഞ്ഞു, മക്കൾ അവരോട് ചെയ്യേണ്ട കടമകളെ കുറിച്ച് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ആ കുട്ടി ചോദിക്കുകയാണ്, അമീറുൽ മുഅ്മിനീൻ, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമകൾ കൂടി ഒന്ന് വിവരിച്ചു കൊടുക്കുമോ? ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ പറയുകയാണ്, നഅം, മാതാപിതാക്കൾക്ക് മക്കളോടും ബാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള കടമയാണ് അയ്യസ്തൻജിബ ഉമ്മഹു അയ്ലായതസവ്വജു ഇംറഅതൻ ദനിആ, നിലവാരം കുറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടില്ല. അത് വാപ്പാന്റെ ഉത്തരവാദിത്തമാണ്. ഉണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, അതിലൂടെയല്ലേ മക്കൾ ഉണ്ടാവുക. നിലവാരം കുറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിക്കാൻ പാടില്ല. ലാ യതസവ്വജു ഇംറഅതൻ ദനിആ. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, നല്ലപോലെ ശ്രദ്ധിക്കണം. വാപ്പ മക്കൾക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലും ആ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന ആ പെണ്ണിൻ്റെ നിലവാരം കൂടെ ഒന്നറിയണം. കുടുംബ മഹിമയും മഹത്വം അറിയണം, അല്ലാതെ കെട്ടിച്ചു കൊടുക്കരുത്. ചിന്തിക്കേണ്ട വിഷയമാണ്. ഉപ്പ കല്യാണം കഴിച്ച പെണ്ണ് നല്ല കുടുംബത്തിലുള്ള പെണ്ണായിരിക്കണം. അത് ഉപ്പാന്റെ ബാധ്യതയാണ്, ഒരു പിതാവിൻ്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ നാളെ ആ പെണ്ണിനെ കൊണ്ട് തീർച്ച നീ നാണം കെടേണ്ടി വരുമെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയെ ഉപദേശിക്കുകയാണ്. രണ്ടാമത് വയുഹ്സിന ഇസ്മഹു, ഒരു വാപ്പാന്റെ കടമയാണ്, ഒരു ഉമ്മാന്റെ കടമയാണ് തൻ്റെ മക്കൾക്ക് നല്ല പേരിടുക എന്നുള്ളത്. ഒരു മാതാപിതാവിൻ്റെ കടമയാണ്. മൂന്നാമത് വയുഅല്ലിമുഹുൽ കിതാബ്, പരിശുദ്ധമായ കിതാബ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. മാതാപിതാക്കളുടെ ബാധ്യതയാണ് മക്കൾക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കണം, പരിശുദ്ധമായ ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് ഖുർആൻ. ആ ഖുർആനിൽ വാപ്പാരാണ്, ഉമ്മാരാണ്, അവരുടെ കടമ ബാധ്യതകളെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്.
ഇതാണ് കടമയെന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കുട്ടിയോട് പറഞ്ഞു. കാലല്ലിബ്നു, ആ കുട്ടി പറയുകയാ, യാ അമീറൽ മുഅ്മിനീൻ, ഏ അമീറുൽ മുഅ്മിനീനേ, എങ്കിൽ ഞാനൊന്ന് പറയുന്നത് കേൾക്കണേ. മസ്തൻജ ഉമ്മി മസ്തൻജബ ഉമ്മി ഇന്ന ഉമ്മി, എൻ്റെ ഉമ്മയെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെയോ. എൻ്റെ ഉമ്മാക്ക് തറവാടില്ലാത്ത ഉമ്മയാണ് അമീറുൽ മുഅ്മിനീൻ. എൻ്റെ ഉമ്മ സിന്ധിയ, എൻ്റെ ഉമ്മ സിന്ധിയ എന്ന് പറഞ്ഞാൽ അറബികളിൽ തരം താഴ്ന്ന കുടുംബത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ നാട്ടിൽ പറയുന്ന പുറമ്പോക്കൽ താമസിക്കുന്ന തറവാടിത്തമില്ലാത്ത ഏതെങ്കിലും വഴിയോരങ്ങളിൽ അധിവസിക്കുന്ന പെണ്ണാണ്. യാ അമീറൽ മുഅ്മിനീൻ ഇശ്തറാഹാ ബി 400 ദറാഹിം, 400 ദിർഹമിന് എൻ്റെ ഉമ്മയെ എൻ്റെ ഉപ്പ വാങ്ങിയതാ. അതുകൊണ്ട് അമീറുൽ മുഅ്മിനീനെ, എൻ്റെ ഉമ്മാക്ക് മഹത്വമില്ലാത്ത ഉമ്മയാണ്. മനസ്സിലായില്ലേ? മഹത്വം ഇല്ലാത്ത ഉമ്മയാണ്. എൻ്റെ ഉമ്മ തറവാടിത്തമില്ലാത്ത ഉമ്മയാണ്. തറവാട് നല്ല കുടുംബത്തിൽപ്പെട്ട ഉമ്മ അല്ല. അപ്പൊ എൻ്റെ ഉമ്മ കുടുംബ മഹിമയില്ലാത്ത ഉമ്മയാണ്. അമീറുൽ മുഅ്മിനോട് കുട്ടി പറയാണ്. രണ്ടാമത്, മാ ഹസ്സന ഇസ്മി, എനിക്കെൻ്റെ ഉപ്പ നല്ല പേരിട്ടിട്ടില്ല. ഇന്ന ഇസ്മി ജുഅല, എൻ്റെ ഉപ്പ എനിക്കിട്ട പേര് ജുഅല, കരിവണ്ടെന്ന്. ഓരോ പേര് നോക്കണം, ഓരോരോ പേര്. ഇന്നത്തെ ഓരോ കുട്ടികളെ ഓരോരോ പേര്. അസ, ഒരാളെടുത്ത് അസ, അതിൻ്റെ അർത്ഥം എന്താന്ന്? മോക്കിട്ട പേരാ, ഭയങ്കര അടിപൊളിയായിട്ട് അസ. ഞാൻ പറഞ്ഞ് മുടിഞ്ഞവൾ, ഇടങ്ങേറായവൾ, അതാന്ന് പറഞ്ഞാൽ അറബിയിൽ അതാണല്ലോ വേദനിപ്പിക്കുക എന്നുള്ളത്, വേദനിപ്പിക്കുന്നവളാണ്. വേറെ ഒരാൾ ചോദിച്ചു, ഉസ്താദ് എൻ്റെ മകളുടെ പേര് അഫ്ന, തൊലഞ്ഞവള്, നശിച്ചവള്. അതിനിപ്പോൾ എന്താ അർത്ഥം? അടിപൊളിയായിട്ട് ഏ കൊണ്ട് തുടങ്ങുന്ന പേരുകളാണ്. അവർ നശിച്ചത് തന്നെ. അതിൻ്റെ അർത്ഥം എന്താ? സീനത്തെന്ന് പേരിട്ട് പകുതിയിൽ ചുരുക്കി വിളിക്കുക, സിന സിനാന്ന്. വ്യഭിചാരി വ്യഭിചാരി. സിന നീ എവിടെ പോവാ വ്യഭിചാരി? സിന ഇങ്ങോട്ട് വ്യഭിചാരി, സിന അങ്ങോട്ട്. എന്തിനാപ്പാ ഈ ഉള്ള പേര് റാഹത്തായിട്ട് വിളിക്കണ്ടേ? പേര് നല്ല പേരിടണം. അതുകൊണ്ട് എൻ്റെ ഉപ്പ എനിക്ക് നല്ല പേരിട്ടിട്ടില്ല. മാ ഹസ്സന ഇസ്മി ഇന്ന ഇസ്മി ജുഅല, എൻ്റെ പേര് കരിവണ്ടെന്നാണ്. ദിക്റുൽ ഖഫായിഖ്, കരിവണ്ടെന്നാണ്. മൂന്നാമതായ കുട്ടി പറയുകയാണ്, വലാ അല്ലമനി ആയതൻ വാഹിദ മിൻ കിതാബില്ലാഹ്, ഇന്നേ ദിവസം വരെ ഒരായത്ത് പോലും എൻ്റെ ഉപ്പ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടേ ഇല്ല അമീറുൽ മുഅ്മിനീൻ. അതുകൊണ്ട് ഞാനാണോ കുറ്റക്കാരൻ, അതല്ല ഉപ്പയാണോ കുറ്റക്കാരനെന്ന് ആ കുട്ടി മഹാനായ അമീറുൽ മുഅ്മിനീനോട് ചോദിക്കുകയാണ്. ഉടനെ അമീറുൽ മുഅ്മിനീൻ ആ ഉപ്പാന്റെ നേരേക്ക് തിരിഞ്ഞിട്ട്, യാ ഫുലാനേ സഹോദരാ, ഇന്നക തഖൂലു ഇന്ന ഇബ്നി തഅഖുനി യഅഖുനി, നീയാണോ പറഞ്ഞത് എൻ്റെ മകൻ എന്നെ വേദനിപ്പിക്കുന്നു എന്ന്? ഇല്ല ഇല്ല, ഫഖദ് അഖഖതഹു ഖബല അയ്യഉഖക, നിന്നെ ആ കുട്ടി വേദനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയെ നീയാണ് വേദനിപ്പിച്ചത്. അതുകൊണ്ട് ഖും അന്നി, എന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകടാ. മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഉത്തരവാദിത്വ ബോധമുള്ളവരാകണമേ. എങ്കിൽ മാത്രമേ ആ കുട്ടികൾ നിങ്ങളെ അനുസരിക്കുന്നവരാവുകയുള്ളൂ.